ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് പ്രയർ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ പെട്ടെന്ന് പണി തീരാനായിട്ട് ചെയ്യുന്ന പരിപാടികളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എത്ര മെറ്റീരിയൽ ഉണ്ടെന്ന് വെച്ചാലും അതെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുക. കാരണം നമ്മൾ കട്ടിങ് കഴിഞ്ഞ് പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേന് ആകെ ടയേർഡായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ സ്റ്റിച്ചിങ്ങിനോട് ഒരു മടുപ്പ് തോന്നും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ദിവസം കട്ടിങ് ചെയ്തു വെക്കാറുള്ളത്. പിന്നെ സ്റ്റിച്ചിങ്ങിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള അലാസ്റ്റിക്കൊക്കെ ആദ്യം തന്നെ 8 ഇഞ്ചിൽ കൈയിൻ്റെ ഭാഗത്തിടാനുള്ള ഇലാസ്റ്റിക്കാണ് കേട്ടോ. അത് 8 ഇഞ്ച് ആക്കിയിട്ട് എല്ലാം കട്ട് ചെയ്ത് വെക്കും ഇതേപോലെ തന്നെ. പിന്നെയുള്ളത് എല്ലാ സ്ലീവിൻ്റെയും അടിഭാഗം ഇതുപോലെ എലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാനുള്ള ഹോൾ ഉണ്ടല്ലോ, അത് എല്ലാത്തിൻ്റെയും ഒന്നിച്ചങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ മടുപ്പ് തോന്നും. ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ മടുപ്പ് തോന്നില്ല. പിന്നെ നമുക്കത് എത്രയും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് തീർക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതാ ഓരോ സ്ലീവിലും ഇതുപോലെ എലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സ്ലീവും ചെയ്തെടുക്കാറാണ് കേട്ടോ. സ്ലീവിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പകുതി പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കുക, അടിഭാഗം സ്റ്റിച്ച് ചെയ്യുക, കയറ് വെക്കുക, അങ്ങനെയുള്ള പരിപാടികളാണല്ലോ ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേൻ്റെ ഭാഗത്ത് കെട്ടുന്ന ആ ഒരു കയറ് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കാറുണ്ട് പതിവ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെയാണ് സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനുള്ള എലാസ്റ്റിക് കട്ട് ചെയ്യലും അത് ലോക്ക് ചെയ്ത് കൊടുക്കലൊക്കെ ഉള്ള പരിപാടി ചെയ്യൽ. അങ്ങനെ കൈൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 റോളാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് ഇന്ന്. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രയർ ഡ്രസ്സുകൾ ചെയ്യുന്നത് നമ്മൾ അമേരിക്കൻ ക്രേപ്പ് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അത് ഒരു റോൾ വെച്ചിട്ട് ചിലതിൽ 4 പ്രയർ ഡ്രസ്സുകൾ ചെയ്യാനായിട്ടുണ്ടാവും, അല്ലെങ്കിൽ 5 പ്രയർ ഡ്രസ്സുകൾ ചെയ്യാനായിട്ടുണ്ടാവും. ഇത്രയാണ് ഒരു റോളിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഇതാ 2 കളറാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നല്ല ഭാഗമൊക്കെ ആക്കിയിട്ട് ഫുള്ളായിട്ട് മടക്കി വെച്ചിട്ട് പാക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ പ്രയർ ഡ്രസ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ എത്തിച്ചു തരുന്നതാണ് കേട്ടോ. റേറ്റൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. എല്ലാതും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ അധികം അങ്ങനെ ചുളിവുകളൊന്നും വീഴാറില്ല. അല്ലെങ്കിൽ എല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൂട്ടിയിട്ടിട്ട് പിന്നെ അവസാനം നമ്മൾ മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ചുളിവുകളൊക്കെ വീണിട്ട് ആകെ ഒരു വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് മടക്കി വെച്ചിട്ട് ഞാൻ കവറിലാക്കി വെക്കാറാണ് ചെയ്യാറ്. അങ്ങനെ ഫുള്ളായിട്ട് ഇപ്പോൾ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഇപ്പോൾ വലിയ ആൾക്കാർക്കുള്ള പ്രയർ ഡ്രസ്സുകളാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ എത്തിച്ചു തരും. അങ്ങനെ ഇപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ചിങ്ങും പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കളറിലുള്ള പ്രയർ ഡ്രസ്സുകൾ മാത്രമല്ല കേട്ടോ, പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല വെറൈറ്റി ഡിസൈൻസുകളുണ്ട്. ഓരോരുത്തർക്കും കണ്ടാൽ നല്ല പോലെ ഇഷ്ടമാവും. അപ്പോൾ ഈ പ്രിൻറ്റഡിലുള്ള പ്രയർ ഡ്രസ്സുകളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.